ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ട പോലെ ഒരു ഡേ ഇൻ അവർ ലൈഫാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് പാചകവും വാചകവും ഒക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണിത്. അപ്പോൾ എല്ലാവരും കാണൂ കേട്ടോ. ഞങ്ങൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റു. എന്നിട്ട് താഴത്തോട്ട് വന്ന് നോക്കിയപ്പോൾ മമ്മി ഇതാ കിച്ചണിൽ നല്ല നൈസ് പത്തിരി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഞാൻ എത്ര ഉണ്ടാക്കിയിട്ടും ശരിയാവാത്ത ഒരു പലഹാരം കേട്ടോ ഈ പത്തിരി. ഞങ്ങളുടെ ചൂടുവെള്ളം കുടിക്കലൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജോ. I did not open my eyes. Say good morning. Good morning. A happy birthday. അപ്പോൾ പെരുന്നാളായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 മുട്ട ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലേക്ക് ആവാൻ വേണ്ടിയിട്ട്. അടുക്കളയിൽ ഇപ്പോഴും പത്തിരിപ്പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. അപ്പം ഇത് കാണുന്ന മുസ്ലിം സഹോദരങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമില്ല. പക്ഷേ ഞങ്ങൾക്കിത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. അപ്പോൾ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും, പ്രത്യേകിച്ച് ഞാനിത് എത്ര ഉണ്ടാക്കിയാലും ഇത് ശരിയാവില്ല. ഇത് കാണുന്ന കുറേ പേർക്ക് ഇതേ അനുഭവം തന്നെയായിരിക്കും. ഇങ്ങനെ ചുറ്റുഭാഗത്തും അതിൻ്റെ തെറ്റത്ത് ഇങ്ങനെ വിള്ളൽ പോലെ ഉണ്ടായിരിക്കും. പക്ഷെ മമ്മി ഒരുവിധം നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ ഇത്. ഇവിടെ അങ്ങനെ വലിയ ഉരുളയായിട്ടല്ല കുഴച്ചെടുക്കുക. മാവ് ആദ്യം ചൂടുവെള്ളത്തിൽ നന്നായി നനച്ചതിന് ശേഷം പിന്നീട് കുഞ്ഞു കുഞ്ഞു ഉരുളയാക്കിയിട്ട് അതാണ് നല്ല പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഓരോ ഉരുള ചെറിയ ഉരുളകൾ നന്നായി കുഴച്ചിട്ട് പിന്നീട് അത് പരത്തിയെടുക്കുകയാണ് ചെയ്യുക. ഈ പത്തിരി ഉണ്ടാക്കുന്ന സംഭവം കട്ടിംഗ് ബോർഡും കുറച്ച് ആംഗ്ലിനും കമ്പിയൊക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ ഡാഡി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പത്തിരിപ്പണി തകൃതിയായിട്ട് കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വേഗം കേക്ക് ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ ഞാനിത് ഓവനിലൊന്നുമല്ല, ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കേക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ നോക്കൂ കേട്ടോ. അപ്പോൾ ഇവിടെ നാട്ടിലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ കേക്ക് ടിനോ അതുപോലെ തന്നെ ബേക്കിംഗ് പേപ്പറോ ഒന്നും ഇല്ല. അപ്പം ഞാൻ നമ്മുടെ കുക്കറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പാത്രം കിട്ടുമല്ലോ, അതിലാണ് കേക്ക് ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ തന്നെ ബേക്കിംഗ് ഷീറ്റിന് പകരം സാധാരണ പേപ്പറിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അത് കുറച്ച് നേരം ഉണക്കിയതിന് ശേഷം അതാണ് യൂസ് ചെയ്തത്. എൻ്റെ കേക്ക് അടുപ്പത്ത് കയറിയപ്പോഴും മമ്മിയുടെ പത്തിരിപ്പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പൂ പോലത്തെ പത്തിരിയും കോഴിക്കറിയും കൂട്ടിയിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പിക്കും നമ്മുടെ കേക്ക് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ഹേർഷ്ലീസിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. കാരമൽ ഫ്ലേവർ, ചോക്ലേറ്റ് ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫ്ലേവറിലുള്ള സിറപ്പ് കിട്ടും. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ ആയാലും ബ്രെഡിൻ്റെ കൂടെ ആയാലും ഒക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഐസിങ് ഒന്നും ചെയ്തില്ല. കുറച്ച് പേര് എഴുതാൻ വേണ്ടിയിട്ട്, നമുക്ക് വിഷ് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ക്രീം ഉണ്ടാക്കിയെടുത്തു. കുറച്ച് ബട്ടറും ഐസിങ് ഷുഗറും കൂടിയിട്ട് ആഡ് ചെയ്താൽ മതി. ഐസിങ് ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പഞ്ചസാര പൊടിച്ചതും കുറച്ച് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്തതാണ്. അത് യൂസ് ചെയ്തിട്ടാണ് ഹാപ്പി ബർത്ത്ഡേ മോം എന്ന് എഴുതിയത്. അടുത്തതായിട്ട് ഉണ്ടാക്കിയത് നമ്മുടെ മമ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശർക്കര ജിലേബി ആയിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കി മാറ്റി വെച്ചു. പിന്നെ ജിലേബിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്തത്. 1 കപ്പ് മൈദയ്ക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 കപ്പ് കേർഡും കൂടിയിട്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഈ ജിലേബി.
ഇപ്പോൾ ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ സോസിൻ്റെ കുപ്പിയോ അങ്ങനെ ഒന്നും വേണമെന്നില്ല. സാധാരണ ഒരു കവർ യൂസ് ചെയ്തിട്ട്, അത്യാവശ്യം കനമുള്ള ഒരു കവർ യൂസ് ചെയ്തിട്ട്, മിൽമ പാലിൻ്റെ ഒക്കെ കവർ ഉണ്ടാവില്ലേ, അതൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഞാനും ഇവിടെ ഒരു സാധാരണ ഒരു കവറിനെ ഓട്ട തുളച്ചിട്ടാണ് ഇതുപോലെ ചുറ്റിയെടുത്തത്. ജിലേബി എടുത്തതിന് ശേഷം ഒന്ന് എണ്ണ വാർന്നതിന് ശേഷം മാത്രമേ നമ്മൾ ശർക്കര പാനിയിൽ ഇടാൻ പറ്റുള്ളൂ. അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ജിലേബി റെഡി ആയിട്ടുണ്ടാവും. പിന്നെ മമ്മിയുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ചിക്കൻ ബിരിയാണി. അപ്പോൾ അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ബിരിയാണി അങ്ങനെ സ്പെഷ്യൽ റെസിപ്പി ഒന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മുടെ സാധാരണ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുത്തു, പിന്നെ സവാള വഴറ്റി അതിലേക്ക് ചിക്കൻ ഇട്ട് ഒന്ന് വരട്ടിയിട്ട് അതിലേക്ക് ചോറിട്ട് ഒന്ന് വേവിച്ചെടുത്തു. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ വറവുകളൊക്കെ ഇട്ട് കൊടുക്കില്ലേ, അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള വറുത്തതൊക്കെ. അതിൻ്റെ കൂടെ 1-2 പീസ് കൈതച്ചക്ക ചെറുതാക്കി മുറിച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്ത് നോക്കി, സൂപ്പർ രുചിയായിരിക്കും. പിന്നെ ഉണ്ടാക്കിയത് വാട്ടർമെലൻ്റെ ഒരു കിടിലൻ സ്പൈസി ജ്യൂസാണ്. നമ്മുടെ തണ്ണിമത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സിയിൽ അടിച്ചെടുത്ത് നമ്മുടെ സ്പൈസി വാട്ടർമെലൺ ജ്യൂസ് റെഡിയായി. വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളെങ്കിലും ഉള്ള സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് ആയാലും ജിലേബി ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ സ്റ്റാർ ഏതായിരുന്നു എന്നറിയോ? വാട്ടർമെലൺ സ്പൈസി ജ്യൂസ് ആയിരുന്നു. എല്ലാവർക്കും അത് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മുടെ കേക്ക് മുറിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ ഉച്ചത്തെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് മോൻ്റെ സ്കൂളിൽ നിന്ന് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു പാരൻസിന് വേണ്ടിയിട്ട്. അവരുടെ സൈറ്റ് എങ്ങനെയാണ് നമ്മൾ എടുക്കുക, അതിലെങ്ങനെ വർക്ക്ഷീറ്റ് സെൻഡ് ചെയ്യണം, എങ്ങനെയാണ് മറ്റുള്ള പാരൻസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ടീച്ചറിനായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്തു. അങ്ങനെ പാരൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഏട്ടൻ വീണ്ടും പണിക്ക് കയറി. പുറത്ത് നല്ല അടിപൊളി മഴ കേട്ടോ. എന്ത് രസമാണെന്നറിയോ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് കുറച്ച് നേരം നോക്കി നിന്നു. നമ്മുടെ ക്വാറന്റൈൻ ഡേ ഇൻ മൈ ലൈഫ് കണ്ടവർക്ക് അറിയാം, ഈ ഭാഗത്ത് നമ്മളൊരു അടുക്കള സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അഴിച്ചു മാറ്റിയിട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഭാഗം. പിന്നെ എല്ലാം സാധാരണത്തെ പോലെ തന്നെയായിരുന്നു. ഇന്ന് 4 മണിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല. ചായയും പിന്നെ നമ്മുടെ കേക്കും അതുപോലെ തന്നെ ജിലേബിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രാത്രി എപ്പോഴും ഓട്സ് ദോശ അല്ലെങ്കിൽ കോൺഫ്ലെക്സ് അങ്ങനെ എന്തെങ്കിലും ആവുക. രാത്രി ഭയങ്കര ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഓട്സ് എപ്പോഴും പൊടിച്ച് വെക്കും. അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഓട്സ് ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ക്വാറന്റൈൻ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടപ്പോൾ അതിൽ ഓട്സ് ദോശയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചു അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയെന്ന്. വളരെ എളുപ്പമാണ്. ഓട്സ് പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂൺ
എടുത്ത 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞ കണക്കിന് ഗോതമ്പ് പൊടി ഇടുക. അത് നമുക്ക് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ യൂസ് ചെയ്യാം. മൈദ അത്ര നല്ലതല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഗോതമ്പ് പൊടി എടുക്കുക. പിന്നെ കുറച്ച് ശർക്കരയുടെ നീര്, ശർക്കരപ്പാനി ഉണ്ടായിരിക്കും, അത് കുറച്ച് എടുക്കുക. അല്ലെങ്കിൽ ശർക്കരയുടെ പൊടി ഇട്ടാലും മതി. അതുകൂടി ഇട്ടിട്ട് ഇതുപോലെ സാധാരണ ദോശ പോലെ പരത്താൻ പറ്റില്ല, ചെറുതായി പരത്തിയെടുത്താൽ നല്ല അടിപൊളി ദോശ റെഡിയാണ്. മധുരം ഇഷ്ടമില്ലെങ്കിൽ ഇതേ ബാറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് മധുരം ഇല്ലാതെ ഇതേ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ രാത്രിയിലത്തെ പ്രയറൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നിവിടെ 6 പേർക്ക് 6 തരം ഫുഡാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ബാക്കിയുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. രാത്രി കഞ്ഞി, ഓട്സ് ദോശ, ബിരിയാണി, പത്തിരി, അങ്ങനെ പലവിധ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് അടിയും വർത്താനം പറച്ചിലും അതുപോലെ തന്നെ പണിയെടുക്കലും ഒക്കെ ഈ അടുക്കളയിൽ തന്നെയാണ്. ഇവിടെ തന്നെയാണ് എപ്പോഴും എന്ന് പറയാം. വേറെ റൂമുകളൊന്നും ഇല്ലയെന്ന് തോന്നും കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഭംഗിയായി കഴിഞ്ഞു. ഇന്നത്തെ ഈ ദിവസത്തിൽ നിങ്ങളും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു എന്നറിയാം. ഞങ്ങളുടെ പിറന്നാളും അതുപോലെ ഇന്നത്തെ ദിവസവും ഒക്കെ ഭംഗിയായി തീർന്നതിന് ദൈവത്തോട് ഒരുപാട് നന്ദി. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.